വെൽക്കം ബാക്ക് ടു നോ പ്ലാൻ ഡേ. അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം ഇന്നൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയത് നമ്മളുടെ ഊട്ടിക്കാണ്. ഊട്ടിയിൽ ടോയ് ട്രെയിൻ യാത്രയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്തത് മേട്ടുപ്പാളയം ടു ഊട്ടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞങ്ങൾക്ക് ടിക്കറ്റ് എങ്ങനെ കിട്ടിയെന്നാണ് ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വ്ളോഗിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷെ ഞാനാണെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, ഒത്തിരി വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വ്ളോഗായിട്ട് ഞാൻ ചിന്തിച്ചിരുന്നില്ല. കുറച്ചൊക്കെ വീഡിയോസ് തമാശയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ എൻ്റെ വോയിസിൻ്റെ കൂടെ ഞാൻ ആ വീഡിയോ ക്ലിപ്സ് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡൗട്ട്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഒത്തിരി പേരുടെ ഡൗട്ട്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് കിട്ടിയത്, എന്നാ നിങ്ങളിത് പ്ലാൻ ചെയ്തേ, എന്ന് നിങ്ങൾ ഈ ടിക്കറ്റ് എടുത്ത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ യൂട്യൂബ് ചാനൽ ഏതായാലും വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ അതിലൊന്ന് അപ്ലോഡ് ചെയ്യാം, കാണുന്നവർ കാണട്ടെ. അപ്പം ഞങ്ങൾ ട്രിപ്പ് പോയത് കഴിഞ്ഞ സാറ്റർഡേ ആണ്. സാറ്റർഡേ ഞാൻ ഒരു ഉച്ചയോട് കൂടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിന് മുമ്പ് ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട് പട്ടിക്കാടാണ്. അപ്പോൾ പട്ടിക്കാട് നിന്ന് ഡയറക്റ്റ് 4:37 ആ ഒരു ടൈമിൽ എന്തായാലും പാലക്കാട്ടേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. പക്ഷേ ആ പോകുന്നതിൻ്റെ തൊട്ട് രാത്രി, അതായത് ഫ്രൈഡേ ഞാനൊന്ന് ചെക്ക് ചെയ്ത ടൈമിൽ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ബസ് പിടിച്ച് അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് ഈ സ്റ്റേഷനിലോട്ട്, ടോയ് ട്രെയിനുള്ള സ്റ്റേഷനിലോട്ട് എത്തണം. അല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളില്ല എന്നാണ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടത്. അപ്പം ഞാൻ ചിന്തിച്ചു, അതായത് കോയമ്പത്തൂരിൽ നിന്ന് ഡയറക്റ്റ് ഈ മേട്ടുപ്പാളയത്തേക്ക് വല്ല ട്രെയിനും ഉണ്ടോ നോക്കി. കാരണം നമുക്ക് മുൻപരിചയമൊന്നുമില്ലല്ലോ. അപ്പം നോക്കിയ ടൈമിൽ 8:28 ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം നാട്ടിൽ നിന്നുള്ള ട്രെയിൻ, അതായത് പട്ടിക്കാട് നിന്നുള്ള ട്രെയിൻ പാലക്കാട് എത്തുമ്പോഴത്തേന് 7:35 ആവും. അപ്പോൾ നമുക്കൊരിക്കലും കോയമ്പത്തൂർക്ക് എത്തൽ പോസിബിൾ ആവില്ല. അപ്പോൾ നമുക്ക് മറ്റേ ട്രെയിൻ മിസ്സാവും. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ പോകുക എന്നുള്ള പ്ലാനിലായിരുന്നു. കുറച്ച് നേരം മെയിൻ സ്റ്റേഷനിൽ നിന്നിട്ട് പോകാമെന്ന്. കാരണം മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ചെറിയൊരു, ഇപ്പോൾ പട്ടിക്കാടൊക്കെ പോലെ ചെറിയൊരു സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ എത്താൻ കഴിയുകയാണെങ്കിൽ ആ ട്രെയിനിൽ പോകാമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ ബുക്കിങ്ങിൽ ടൈമുകൾ നോക്കിയ സമയത്ത് നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഫുള്ള് ജനറൽ ടിക്കറ്റിലാണ് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ ആ സൈറ്റിൽ നോക്കിയ സമയത്ത് നമുക്ക് ഡയറക്റ്റ് കോയമ്പത്തൂർക്ക് പട്ടാമ്പിയിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. ആ സെയിം ട്രെയിൻ ഷൊർണൂർ 4 മണിയാകുമ്പോൾ എത്തും. അപ്പം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കി, കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്ത് പോകാമെന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു 1:30 പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഫ്രണ്ട്സ് ചതിച്ചു. 2:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ബസ്സിന് പോയത്. അപ്പോൾ ബസ് ഡ്രൈവറിൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചോദിച്ചു, ഒരു 3:20 ആകുമ്പോഴത്തേന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തില്ലേ ചോദിച്ചു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് പട്ടാമ്പി സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ എത്തൂലേ എന്നുള്ളത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ 3:20 ആകുമ്പോഴത്തേന് അവിടെ എത്തും എന്നുള്ളത് പറഞ്ഞു. ഒരു 3:28 ട്രെയിൻ കാണിക്കണം. അതിൽ നമ്മൾ ഓക്കെ, ഫൈൻ, കിട്ടുകയാണെങ്കിൽ നോക്കാം. എന്നുണ്ടെങ്കിൽ നമുക്ക് ഷൊർണൂർക്ക് ഒന്നുകൂടി വെച്ച് പിടിക്കാൻ, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോകാമെന്നുള്ള പ്ലാനിൽ. എന്തായാലും ഇത് മിസ്സാക്കാൻ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മളെ ടൈമിങ് നമ്മളും കൂടി സൂക്ഷിക്കണ്ടേ. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ടൈമിങ് കറക്റ്റ് ആക്കണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യാത്ര ചെയ്യുക. പക്ഷേ എപ്പോഴും നമ്മൾ ടൈമിങ് പങ്ക്ച്വലായിട്ട് പോകാൻ നോക്കുക. ഓക്കെ, അപ്പോൾ കണ്ടലിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ ഫുൾ ഫണ്ണായിരുന്നു. അങ്ങനെ ബസ്സുകാർ പറഞ്ഞ രീതിയിൽ നമ്മൾ എത്തുന്നൊക്കെ കരുതി കയറി. പക്ഷേ ട്രാഫിക് ബ്ലോക്കൊക്കെ കാരണം അവിടെ കുറച്ച് ടൈം നമുക്ക് വേസ്റ്റായി. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മളുടെ സ്റ്റാൻഡിൽ നമ്മൾ എത്തിയത് 3:31, അതായത് 3:31 ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ അവിടെ എത്തി. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരുന്നെന്നറിയില്ല, ട്രെയിൻ ഡിലേ ആയിരുന്നു. പക്ഷെ ഒത്തിരി ടൈം ഡിലേ ആയി. ഞങ്ങൾ ബസ് ഇറങ്ങുന്ന ടൈമിൽ ഒരു 3:46 ട്രെയിൻ എത്തുമെന്നാണ് കാണിച്ചത്. പക്ഷെ ട്രെയിൻ വല്ലാണ്ട് ഡിലേ ആയി. പക്ഷെ ഡിലേ ആയപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. പക്ഷെ പിന്നെ ആലോചിച്ചു, അയ്യോ കോയമ്പത്തൂർ സ്റ്റേഷനിൽ എത്തുമ്പോൾ മേ ബി അതിലേറെ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിസ്ക് എടുത്തിനൊന്നും കാര്യമില്ല എന്നുള്ളത് തോന്നി. അപ്പം ഞങ്ങൾ പട്ടാമ്പി സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസ് ഞാൻ അടുത്ത് വരുന്ന വീഡിയോയിൽ കൊടുക്കുകയാണ്. അതായത് എൻ്റെ ഈ ഒരു വോയിസിന് ശേഷം കൊടുക്കുകയാണ്. കുറച്ച്
കുറച്ച് കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞങ്ങൾ പട്ടാമ്പിന് ഏകദേശം ഒരു 4 ആയിട്ടുണ്ടാകും, കുറച്ച് ഡിലേ ആയിക്കണം, കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. അതായത് 3:28 ട്രെയിനാണ്. അത് നേരെ ടൈം നന്നായിട്ട് ലേറ്റായി. പക്ഷേ ഷൊർണൂർ കറക്റ്റ് ടൈമാണ്, കാരണം 4 o'clock പറഞ്ഞിരിക്കുന്നത്. അത് അവിടുന്ന് ഒരു 10 മിനിറ്റ്, ഏകദേശം ഒരു 4:15 4:20 ആയപ്പോഴത്തേന് ഷൊർണൂരിൽ നിന്ന് വിട്ടു ട്രെയിൻ. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ കോയമ്പത്തൂർ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. 8 മണിയായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനൊന്നും മിസ്സായില്ല. അതേപോലെ ബാക്കി ബാക്കി വോയിസ് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പ് ഞങ്ങൾ പോയ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാം. അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മൾ കോയമ്പത്തൂർ ഞങ്ങളിപ്പോൾ ഉള്ളത് പട്ടാമ്പിയിലാണ്. കോയമ്പത്തൂരിൽ നമ്മൾ മേട്ടുപ്പാളയം ട്രെയിനിൽ ഏകദേശം 5:58 ട്രെയിൻ. അത് അവിടെ എത്ര മണിക്കെത്താ? അത് നമ്മൾ 8:20 കോയമ്പത്തൂർ കേൾക്കുന്നില്ല. പട്ടാമ്പിയിൽ നിന്നും ഊട്ടിയിലേക്ക് ഒരു അപ്പൊ ഞങ്ങള് ഒരു പ്ലാനും ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. നല്ല പ്ലാനോടെ പോണത്. ലാസ്റ്റ് മേട്ടുപ്പാളയത്തേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബസ് എടുത്ത് റിസ്ക് ചെയ്ത് പോണപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ രാത്രി 8:30 ഞങ്ങൾക്ക് ട്രെയിന് കിട്ടിയാൽ ഞങ്ങൾ മേട്ടുപ്പാളയത്തേക്ക് ഞങ്ങൾ ട്രെയിനിന് പോകും, നീലഗിരി ട്രെയിനിന് പോകും. അവിടുന്ന് ഞങ്ങൾ ടോയ് ട്രെയിനിന് വേണ്ടിയിട്ട് 9 മണി മുതൽ ഞങ്ങൾ ക്യൂര് നിന്ന് ഉറങ്ങാണ്ട് ടിക്കറ്റ് കിട്ടിയാലും പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ബസ്സിന് പോകും. എന്താ പട്ടിക്കാടുന്ന് പാലക്കാട് ട്രെയിൻ ഉണ്ടായിട്ട് ഞങ്ങൾ എന്ത് വന്നു, പട്ടാമ്പിക്ക് വന്നു. പിന്നെ എന്നത്തെയും പോലെ സിൻഷ എന്താ സത്തെടുക്കുന്നത് സിൻഷോടെ വ്ലോഗാട്ട് സിൻഷ പറഞ്ഞു. ഇത് വർഷങ്ങളുണ്ട് ഞങ്ങൾ ഈ വ്ലോഗ് ഇടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇതിലെല്ലാം ഇൻഫർമേഷനും തരും. എങ്ങനെ മെട്രോ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിൻ പിടിക്കപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരും. ഞങ്ങളുടെ ടൂറിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട് സ്റ്റൈലിലാണ് സിൻഷ എന്ന് പറഞ്ഞത്. ഇതിന് ഏകദേശം ഒരു 2000 രൂപ വരെ പ്രൈസ് ഉണ്ട്. 3000 രൂപ വരെ പ്രൈസ് ഉണ്ട്. സെലക്ഷനാണ് പ്രത്യേകം പറയാൻ പറഞ്ഞത്. ഇതിന്റെ സെലക്ഷൻ പക്ഷെ സിൻഷ എന്ന് വെച്ച് കഴിഞ്ഞാല് സിൻഷ ഉള്ളതിൽ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് കെഞ്ചും. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് പട്ടിക പറയുന്നത് പറയും, ഞാൻ എടുത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. ഒരു പിന്നെ ഈ ട്രിപ്പില് ഉച്ചക്ക് ഫുഡ് എന്നാ വന്നിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവള് ചിക്കൻ കറി രാവിലെ 7-8 മണിക്കാണ്. അപ്പൊ ഞാൻ 8:30 വരെ ഒന്നും തിന്നാതെ വടാപ്പാവും അതൊക്കെ കഴിച്ചിട്ട് ജീവിക്കേണ്ടി വരും. പിന്നെ ഷൊർണൂരിൽ പഴംപൊരി കിട്ടിയാലും അത് തിന്നണം. പിന്നെ ഞങ്ങൾ പട്ടാമ്പി ഗൈസ്. അപ്പൊ തമിഴ്നാട് സിൻഷയുടെ വസ്ത്രധാരണം, വളകളില്ല. 4:01 ഇപ്പൊ ഞങ്ങളുടെ ട്രെയിന് ഡിലേ ആണ്. ഞങ്ങൾ മിക്കവാറും ബസ് കാണില്ല. ഈ നാവ് വളച്ചു. ഈ ട്രിപ്പ് ഏകദേശം ധാരണ ഞങ്ങൾക്ക് ഉണ്ട്. ചിലപ്പോ നടക്കും, നടന്നിട്ടില്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ ചവിട്ടി അപ്പുറത്ത് കണ്ടുള്ളൂ. ഓർമ്മ ഞങ്ങൾ ബസ്സുകാരനോട് 3:20 അയാൾ എത്തുന്ന ഞങ്ങള് ട്രെയിന് ഞങ്ങൾക്ക് കിട്ടൂല കരുതിട്ട് ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ അയാളിനോട് 3:20 ഇവിടെ എത്തുന്ന പറഞ്ഞത്. റെയിൽവേയിൽ അവിടെ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡിലേ ആയി. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ 3:20 എത്തൂല ഞങ്ങൾക്ക് കൺഫേം ആയി. പക്ഷെ ഞങ്ങളെ ട്രെയിൻ ഞങ്ങളെ രക്ഷിച്ചു. പക്ഷെ അയാളെ പറഞ്ഞ് പക്ഷെ ഞങ്ങൾ അയാളെ പറഞ്ഞ് പേടിപ്പിച്ച് അയാള് സ്പീഡിൽ വിട്ട് അടിസിൽ പോകുന്ന സമയത്ത് അയാളോട് പറഞ്ഞു കുറച്ച് സ്പീഡ് കൂടുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓൾറെഡി നേരം വൈകിയത് കാരണം കുട്ടീനെ തള്ളിയൊക്കെ ഇട്ടു, വണ്ടി തെറിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ സീനായി ഫുള്ള് കോമഡി ആയിട്ട് ഞങ്ങൾ പോരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 3:20 എത്തുന്ന പറഞ്ഞിട്ട് പുളിയമ്മന്തോടെ എത്തിയിട്ട് 3:20 എത്തുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 3:20 എത്തുന്ന പറഞ്ഞിട്ട് അയാൾ ഞങ്ങളെ പറപ്പിച്ചു. അയാളെ കൊണ്ട് ശരി ആര് അപ്പൊ ഗൈസ് ക്ഷമിക്കണം, വീഡിയോസ് ഫുള്ള് കൊളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ
കട്ട് കട്ടായിട്ടാണ് വരിക. അപ്പോൾ പറ്റുന്നവർ ആ ഫണ്ണ് ആസ്വദിച്ച് പോവുക, അല്ലാത്തൊരു സ്കിപ്പ് ചെയ്തോ പ്രശ്നമില്ല. കറക്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, അത് ഞങ്ങൾ പോയപ്പോൾ ഉള്ളൊരു ഫണ്ണ്, അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. കുറച്ച് നേരത്തെ എന്ത് സംഭവിച്ചു ഗൈസ്? ഞങ്ങളെ പറ്റി ഓടിച്ച് ഗൈസ്. സ്വകാര്യം പറയല്ല. ടോയ് ട്രെയിനിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു 9 മണി മുതൽ 10 മണി മുതൽ തുടങ്ങി ഒരു 6 മണി വരെയുള്ള ജേർണി. അത് ഇത്ര ദൂരം ഞങ്ങളാണ് ഇന്ന് ഫ്രണ്ടില്. എത്ര മണിക്ക് അങ്ങനെ ഫൈനലി 9 to 7, 9 to 6, 6:15, 6:30. 9 to 7 ട്രെയിൻ എടുക്കുള്ളൂ. കാഴ്ച കാണാൻ ആരോഗ്യം തരണേന്ന് മാത്രം. എന്നാ നോക്ക്, ഇത് കാണിക്ക് മാഷ. അപ്പൊ രാവിലെ നമ്മള് ട്രെയിനിൽ കയറാൻ പോവാണ്. ഫസ്റ്റ് ക്ലാസ്, തേർഡ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, പിന്നെ എന്താണ്, പിന്നെ ജനറല്.
കല്ലാറ് പിന്നെ സംഭവം സംഭവിച്ചില്ല. ചിന്ന ചെറുതായിട്ട് മേട്ടുപ്പാളയം സ്റ്റേഷനിൽ കുറച്ച് പറഞ്ഞു